സൂര്യചന്ദ്ര ഭാഗം 24. അവളുടെ കൈ രുദ്രന്റെ മുഖത്ത് വെച്ചു. അവൻ ആ സ്പർശത്തിലേക്ക് തല ഒന്ന് കുനിച്ചു. എങ്കിൽ എന്നിൽ നിന്നും അകന്നു പോകരുത് ഒരിക്കലും. രുദ്ര അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞാൻ ഞാൻ പോകില്ല. അവൾ പറഞ്ഞ ആ നിമിഷം അവരുടെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ആദ്യ ചുംബനം, മഴയുടെ വരവും സ്ഫോടനത്തിന്റെ ബാക്കി പത്രം എന്നതുപോലെ പൊടിയുടെ ചൂട്, എല്ലാം അവർ മറന്നു. ഒന്നും അറിയാതെ അവർ ചുംബിച്ചു പരസ്പരം. അതേസമയം സൂര്യയും ശിവയും യാർഡിന്റെ മറുവശത്ത്. സൂര്യ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. ചന്ദ്രയെ തടയണമായിരുന്നു അല്ലേ? ശിവ തന്റെ കൈക്ക് മുകളിൽ സൂര്യയുടെ കൈ പിടിച്ചു. കുറ്റവാളികൾ കാരണമാണ്, അല്ലാതെ നിങ്ങൾ കാരണമല്ല. നിന്റെ മനസ്സ് ഇപ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഞാൻ... അവൻ നിർത്തി. ശിവ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ? സൂര്യ ചോദിച്ചു. എനിക്ക് നിന്നോട്... അവൻ അത്രയും പറഞ്ഞ് അവന്റെ മുഖം അവളുടെ അടുത്തേക്ക് താഴ്ന്നു വന്നതും സൂര്യയുടെ ഹൃദയമെടുപ്പ് മാറി. അത് പതിവിലും വേഗത്തിലായി. അവൾ മന്ത്രിക്കുന്നത് പോലെ വിളിച്ചു, ശിവ. അവൻ അവളുടെ മുടിയിഴയിൽ നിന്നും പൊടിയൊന്ന് തുടച്ചു. ഇപ്പോ നിങ്ങൾ പെട്ടിരിക്കുന്ന ഈ ട്രാപ്പ്, അതിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ജീവിക്കും ഒരുമിച്ച്. സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉറപ്പ്, ശിവ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് മുന്നോട്ട് ചാഞ്ഞു. ഒരു സൈലന്റ് പ്രോമിസ്, 2 ഹൃദയങ്ങൾ, 2 പ്രണയ കഥകൾ. കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡിൽ നിന്നും 4 പേരും ഒന്നിച്ച് ഇറങ്ങുമ്പോൾ അവിടെ നിശബ്ദതയായിരുന്നു. തെളിവ് സൂചിപ്പിച്ച ഗോഡൌൺ ചന്ദ്ര ഫോൺ ടോർച്ചടിച്ച് പരിശോധിച്ചു. ഇവിടെ ആരോ നമ്മൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. പൂട്ടുകളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു. രുദ്ര താഴേക്ക് മുട്ടുകുത്തി പൊട്ടിയ ലോക്കിന്റെ കഷ്ണങ്ങൾ പരിശോധിക്കുന്നു. ശിവ ചുറ്റും നോക്കി. ഗോഡൌണിന്റെ വാതിലിനുള്ളിൽ പൊടിയിൽ ചെരുപ്പിന്റെ ഒരു അടയാളം, ഒന്ന് മാത്രം. പക്ഷെ അത് ചെറുതും. ഇതൊക്കെ പെണ്ണുങ്ങളുടെ സൈസ് ഷൂ പ്രിന്റ് ആണ്, പക്ഷേ എന്റെ അല്ല, ചന്ദ്ര പറഞ്ഞു. രുദ്രയുടെ കണ്ണ് മിഴിവെട്ടാതെ ചന്ദ്രയെ നോക്കി. അവൾ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അവന് തോന്നി. പിന്നെ ഷൂ പ്രിന്റിലേക്ക് ഒരു തീർപ്പാക്കൽ പോലെ രുദ്ര പറഞ്ഞു. അവൾ ആരായാലും നമ്മൾ വരുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഒരു നിമിഷം അവൻ ചന്ദ്രയിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് സൂര്യ വാതിലിന്റെ അകത്ത് ഒരു സ്ലിപ്പ് കാണുന്നത്. സൂര്യ അതെടുത്തു. പേപ്പറിൽ ഒരു ലൈൻ മാത്രം. സ്റ്റോപ്പ് ഫോളോയിങ് മീ, ഇറ്റ്സ് വിൽ ഹേർട്ട് യു, ഇറ്റ് വിൽ ഗെറ്റ് പേഴ്സണൽ. എന്റെ പുറകെ നടത്തുന്നത് നിർത്തൂ, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, അത് വ്യക്തിപരവുമാകും. അത് വാങ്ങി നോക്കുമ്പോൾ ചന്ദ്രയുടെ കൈ ചെറുതായി ഒന്ന് വിറച്ചു. രുദ്ര അത് കണ്ടു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. 4 പേരും ഗോഡൌൺ വിട്ടിറങ്ങുമ്പോൾ യാർഡിന്റെ മറുവശത്ത് പാർക്ക് ചെയ്തിരുന്ന ബ്ലാക്ക് SUV ഒരു കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. തീ പാളി. കാറിന്റെ പാർട്സും മറ്റും മഴ പോലെ താഴേക്ക് പതിഞ്ഞു. ഭൂമി കുലുങ്ങുന്ന പോലെ. മുന്നിലേക്ക് നടന്ന ചന്ദ്ര പേടിയോടെയും ഞെട്ടലോടെയും പിന്നിലേക്ക് വീഴുമ്പോൾ രുദ്ര ഓടിയെത്തി. ബും! രണ്ടാമതും പൊട്ടിത്തെറിച്ചു. സൂര്യ ശിവയെ പിടിച്ച് നിൽക്കുന്നു. നമ്മുടെ ജീവൻ എടുക്കാൻ പോലും അപ്പോൾ അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണിത്, ശിവ പറഞ്ഞു. അതെ, ഇതൊരു മുന്നറിയിപ്പാണ്. ചന്ദ്രയുടെ നെറ്റിയിൽ ഒരു ചെറിയ ഗ്ലാസ് പീസ് തറഞ്ഞു കയറി. രക്തത്തുള്ളികൾ താഴേക്കൊഴുകുന്നു. രുദ്ര അത് കാണുന്നത്രയും അവന്റെ കണ്ണ് കോപത്താൽ തിളങ്ങുന്നത് പോലെയായിരുന്നു. രുദ്ര ചന്ദ്രയോട് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ, നിന്നെ ആർക്കും തൊടാൻ ഞാൻ അനുവദിക്കില്ല, ഒരിക്കലും. ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. അത് കേട്ട് ചന്ദ്ര നിശബ്ദമായി അവനെ നോക്കി. ചന്ദ്രയും സൂര്യയും ബ്ലാസ്റ്റിന് ശേഷം അവിടെ നിന്നും മാറി നിന്നു. കയ്യിലെ ബാഗ് തുറന്ന് അതിൽ നിന്നും സൂര്യ ബാൻഡേജ് എടുത്ത് ചന്ദ്രയുടെ നെറ്റിയിലെ മുറിവ് ക്ലീൻ ചെയ്ത് ബാൻഡേജ് ഒട്ടിക്കുന്നു. ചന്ദ്രയുടെ കണ്ണുകൾ അവളെ കുരുക്കിയ കുറെ ചോദ്യങ്ങൾ ആയിരുന്നു ആ സമയം. സൂര്യ, ഇന്നത്തെ ഈ ബ്ലാസ്റ്റ് നമ്മളിൽ ഒരാൾക്കുള്ള വാണിംഗ് ആണെങ്കിൽ? അത് കേട്ട് സൂര്യ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ പറ്റാതെ കൈ ചലിക്കാതെ നിന്നു. അവളുടെ ശ്വാസം ഒരു നിമിഷം തളർന്നതുപോലെ. അത് അങ്ങനെയൊന്നുമല്ല, നിനക്ക് തോന്നിയതാണ്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ, സൂര്യ പറഞ്ഞു. എന്തുകൊണ്ട് തോന്നുന്നില്ല? തിരിച്ച് ചന്ദ്ര ചോദിച്ചു. നീ എന്റെ ജീവനല്ലേ, എന്റെ സുരക്ഷയെക്കുറിച്ച് ചോദിക്കാൻ അവകാശമില്ലേ എനിക്ക്? കുറച്ചു സമയം നിശബ്ദമായിരുന്നു.
സൂര്യ ചെറിയൊരു ദേഷ്യത്തോടെ, നീ വിചാരിക്കുന്നത് പോലെ അല്ല, വളരെ ഡേഞ്ചറസ് ആണിത്. നീ പേടിക്കാതിരിക്കാൻ ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. അവൾ പറഞ്ഞതും ചന്ദ്ര പുഞ്ചിരിച്ചു. പക്ഷേ അവളുടെ കണ്ണിന്റെ കോണിൽ ഒരു വേദനയായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ് എന്ന് കരുതരുത് സൂര്യ, ചന്ദ്ര പറഞ്ഞു. രുദ്ര കുറച്ചു മാറി നിന്ന് ആ മുഴുവൻ സംഭാഷണവും കേട്ടുകൊണ്ടിരുന്നു. ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി പതിയെ ചിരിച്ചു. അവളെക്കുറിച്ച് ആലോചിച്ച് നീ മാത്രമല്ല രുദ്ര ടെൻഷനിൽ, ഞങ്ങൾ എല്ലാവരും ടെൻഷനിലാണ്, ശിവ പറഞ്ഞു. രുദ്ര ഒന്നും മറുപടി പറയാതെ ചന്ദ്രയെ മാത്രം നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. രാത്രി യാർഡിൽ ബ്ലാസ്റ്ററിന്റെ തീപ്പൊരി ഇപ്പോഴും ദൂരെ നിന്ന് തന്നെ കാണാം. ചന്ദ്ര ടെറസിലേക്ക് പോയി നിന്നു. രുദ്ര അവൾക്ക് പിന്നാലെ തന്നെ പോയി. കാറ്റ്, ഇരുട്ട്, ഭയം, ശരീരത്തിന്റെ നേരിയ വിറയൽ എല്ലാം ഉള്ള പോലെ അവൾക്ക് തോന്നി. രുദ്ര അവൾക്ക് അടുത്തേക്ക് ചെന്നു. നീ ഓക്കെ അല്ലേ ചന്ദ്ര, രുദ്ര ചോദിച്ചു. എന്റെ മനസ്സിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു ഭയം മാത്രമാണ്, ചന്ദ്ര പറഞ്ഞു. അതെ, ഞാൻ കണ്ടു നിന്റെ കണ്ണുകളിൽ ആ ഭയം. പക്ഷേ ഒന്ന് നീ ഓർക്കണം, ഞാനുള്ളപ്പോ നിനക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. അവൻ കൈനീട്ടി ചന്ദ്രയുടെ നെറ്റിയിലുണ്ടായ ചെറിയ മുറിവിൽ പതിയെ തൊട്ടു. അതറിഞ്ഞതും അവൾ ശ്വാസം പിടിച്ചു നിന്നു. അവൾ കണ്ണുകൾ അടച്ചു നിന്നു. പിന്നെ പതിയെ അവന്റെ കണ്ണിലേക്ക് നോക്കി. അവന്റെ മുഖം തന്റെ മുഖത്തോട് അടുപ്പിക്കുന്നത് കണ്ടതും അവളുടെ മുഖം പെട്ടെന്ന് താഴ്ന്നു. ഹാർട്ട് ബീറ്റ് കൂടി. രുദ്രന്റെ ശബ്ദം ഗൗരവത്തിലായി. ചന്ദ്ര, ഞാനില്ലാതെ ഒരിക്കലും അപകടത്തിൽ ചെന്ന് ചാടരുത്. രക്ഷിക്കാനെങ്കിലും ഞാൻ വേണ്ടേ, അവൻ ചോദിച്ചു. അവൾ ആ വാക്കുകൾ കേട്ട നിമിഷം അവനോടുള്ള സ്നേഹവും ഭയവും ഒരുപോലെ അവളെ പിടിച്ചു. അവൾ അവനിൽ നിന്നും പുറകിലേക്ക് മാറി. രുദ്ര അടുത്തേക്ക് ചുവട് വയ്ക്കുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കൊരുത്തു. കണ്ണിൽ അടിമപ്പെട്ടതുപോലെ അവൾ പിടിച്ചു കെട്ടിയതുപോലെ ഒരടി പിന്നോട്ട് വയ്ക്കാൻ പറ്റാതെ നിന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകളെ പറത്തി മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. രുദ്ര അവളെ അരയിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. വളരെ പതിയെ മൃദുലമായ ഒരു ചുംബനം അവളുടെ നെറ്റിയിലെ മുറിവിൽ ആദ്യം കൊടുത്തു. ചന്ദ്രയുടെ കൈകൾ അവന്റെ രണ്ട് ഇടുപ്പിലും മുറുകി. പിന്നെ അവന്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലേക്ക് ആയിരുന്നു. വളരെ പതിയെ അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടുകൾ ചേർത്തു. രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അവളുടെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു. ആ വിറയൽ തിരിച്ചറിഞ്ഞതും അവൻ പതിയെ അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തു. അപ്പോൾ അവന്റെ കൈകൾ അവളുടെ പിൻകഴുത്തിൽ അമർന്നു. പതിയെ തുടങ്ങിയ ചുംബനം ദീർഘചുംബനത്തിലേക്ക് പോകാൻ അധികം സമയമെടുത്തില്ല. അവളുടെ രണ്ട് ചുണ്ടുകളെയും അവൻ നുണഞ്ഞെടുത്തിരുന്നു. ചുംബനത്തിന്റെ തീവ്രതയിൽ ചന്ദ്ര തളർന്നു. അത് മനസ്സിലായതും അവൻ അവളുടെ ചുണ്ടിനെ നുണഞ്ഞു വിട്ടു. ആ നിമിഷം അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. ആ ചുംബനം കഴിഞ്ഞപ്പോൾ ചന്ദ്രയുടെ ശ്വാസഗതി നോർമൽ ആകുന്നതുവരെ അവൻ അവളെ അവന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. രുദ്ര ഒരു നിമിഷം പോലും അവളിൽ നിന്നും പിന്നോട്ട് പോയില്ല. അവന്റെ കണ്ണുകൾ അതേ തീവ്രതയിൽ അവളെ തന്നെ മുറുക്കി പിടിച്ച പോലെ നിന്നു. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോ നിനക്കത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നി. നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. ആ മനസ്സിനെ നേരെയാക്കാൻ എന്റെ ഈ ചുംബനത്തിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അത് കേട്ട് ചന്ദ്ര പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ നിങ്ങളെ തോന്നൽ സംഭവിച്ചു. ഞാനിപ്പോ ഓക്കെയാണ്. എന്നിൽ നിന്നുണ്ടായ പേടിയെല്ലാം നിങ്ങൾ വലിച്ചെടുത്തതുപോലെ തോന്നുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിന് ഒരു ധൈര്യമൊക്കെ കിട്ടിയതുപോലെ, അവൾ പറഞ്ഞു. അതെ, നീ എന്നെ അപകടത്തിൽ ആക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ നിനക്കത് ശീലമാകുന്നുണ്ട്, അവൻ പറഞ്ഞു. ചന്ദ്ര അത് കേട്ട് കണ്ണുകൾ താഴ്ത്തി മിണ്ടാതെ നിന്നു. അവളുടെ മൗനം രുദ്രനെ കൂടുതൽ തുറന്നു പറയാൻ തയ്യാറാക്കി. ചന്ദ്ര, നീ പരിക്കേറ്റു എന്ന് കണ്ട നിമിഷം എനിക്കെന്തോ എന്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. അവരാരായാലും നിന്നെ ടാർഗറ്റ് ചെയ്തവരെ ഞാൻ വെറുതെ വിടില്ല. രുദ്ര, ഞാൻ പറയുന്നത് ബ്ലാസ്റ്റ് സംഭവിച്ചത് കൊണ്ടല്ല. നിനക്കായി നിന്റെ കൂടെ വന്ന ശിവസാറ്, എന്റെ കൂടെ വന്ന സൂര്യ, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ഓക്കെയാണ്, അവൾ പറഞ്ഞു. ആ വാക്കുകൾ രുദ്രന്റെ മുഖം സോഫ്റ്റാക്കി. അവൻ ഒരു നിമിഷം അവളുടെ നെറ്റിയിൽ കൈവച്ചു. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സമയം ഒരുപാടായില്ലേ, പോയി റെസ്റ്റ് എടുത്തോളൂ, അവൾ പറഞ്ഞു. വേണ്ട, ഞാൻ എങ്ങും പോകുന്നില്ല, അവൻ പറഞ്ഞു. അവർക്കിടയിൽ ഒരു ആഴമുള്ള നിശബ്ദത പരന്നു. അത് ആരും പൊട്ടിച്ചില്ല.
തിരിച്ചു പോകാൻ തയ്യാറായ ശിവയും സൂര്യയും രണ്ടുപേരും ടെറസിലേക്ക് വന്നു. മതി ലവ് ബേഡ്സ്, ശിവ വിളിച്ചു പറഞ്ഞു. നാളെ രാവിലെ തന്നെ ജോലി ആരംഭിക്കണം. ചന്ദ്ര ഉടനെ പിന്നിലേക്ക് മാറി. രുദ്രനിൽ ഒരു ചെറിയ പുഞ്ചിരി മാത്രം. ശിവ അവരുടെ എക്സ്പ്രഷൻ നോക്കി സൂര്യയോട് ചുണ്ടിൽ കൈവച്ചുകൊണ്ട് പതിയെ പറഞ്ഞു, പണി കഴിഞ്ഞു ഇവരിൽ. സൂര്യ അതിനൊന്നും പറയാതെ രുദ്രനെ നോക്കി, പിന്നെ ചന്ദ്രയെ നോക്കി. സൂര്യയുടെ കണ്ണുകളിൽ ഒരു ചെറിയ പക്ഷെ വ്യക്തമായ വേദനയുടെ ഒരു തിളക്കം. ചന്ദ്ര അത് കണ്ടില്ല, പക്ഷെ രുദ്ര അത് കണ്ടു. കുറച്ചു സമയം കൂടി അവിടെ നിന്നതിന് ശേഷം യാത്ര പറഞ്ഞ് രുദ്രം ശിവയും അവിടെ നിന്നും ഇറങ്ങി. രാവിലെ ചന്ദ്രയും സൂര്യയെയും കൊണ്ടുപോകാനായി രുദ്രം ശിവയും എത്തി. കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡിന് പുറത്ത് വണ്ടി നിന്നു. രുദ്ര, ശിവ, സൂര്യ, ചന്ദ്ര 4 പേരും ഒരുമിച്ച് ഫീൽഡ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. കടൽക്കാറ്റ്, പഴയ ഷിപ്പിംഗ് കണ്ടെയ്നർ, തകർന്ന ഗേറ്റുകൾ, അകത്തുനിന്ന് വരുന്ന ദുർഗന്ധം എല്ലാം ഈ സ്ഥലത്തിന് ഒരു ഭീഷണിയുടെ രൂപം തന്നിരുന്നു. ഇവിടെയാണ് ലാസ്റ്റ് സിഗ്നൽ ട്രാക്ക് കിട്ടിയത്, ശിവ പറഞ്ഞു. ബ്ലാസ്റ്റിന് യൂസ്ഡായ എക്സ്പ്ലോസീവ് കോമ്പൗണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. സൂര്യ ചുറ്റും നോക്കി. രുദ്ര, അവൻ ചന്ദ്രയെ ഒരു നിമിഷം ഒരു നോട്ടം നോക്കി. അവൾ രുദ്രന്റെ വശത്തേക്ക് ഹാഫ് സ്റ്റെപ്പ് അടുത്തേക്ക് വന്നു. സൂര്യയുടെ കണ്ണുകളിൽ ഒരു നിശബ്ദ വേദന രുദ്രന് മാത്രം കാണാനായി. രുദ്ര ഒന്നും പറയാതെ ചന്ദ്രയുടെ കയ്യിൽ പതിയെ തൊട്ടു. ഞാൻ ഇവിടെയുണ്ട്. മുറ്റത്ത് നശിച്ചു തുടങ്ങിയ കണ്ടെയ്നറുകളുടെ ഇടയിൽ അവർ സൈലന്റായി നടന്നു. ഒരു വലിയ ലോഡിംഗ് ഷെഡിന്റെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രുദ്ര കൈ ഉയർത്തി. അവരെല്ലാവരും നിന്നു. ആരോ ഉള്ളിലുണ്ട്, രുദ്ര പറഞ്ഞു. ശിവ ടാബ്ലറ്റ് പുറത്തെടുത്തു. ഇൻഫ്രാറെഡ് സ്കാൻ. സ്കാനിങ്ങിൽ 2 ചലിക്കുന്ന രൂപങ്ങൾ, 2 കാവൽക്കാർ, ആയുധധാരികളായ. സൂര്യ പതിയെ പറഞ്ഞു. ചന്ദ്ര പതിയെ സ്ലോ ബ്രീത്ത് എടുത്തു. രുദ്ര അത് കേട്ടു. അവന് ഇപ്പോൾ പോലും അവളെ ശാന്തമാക്കാൻ അവന്റെ നോട്ടം മാത്രം മതിയായിരുന്നു. രുദ്ര പതിയെ വാതിൽ തുറന്നു. അവിടെ മെറ്റാലിക് ചെസ് കീ ടേബിൾ, ബ്ലാസ്റ്ററിന് ഉപയോഗിച്ച അതേ കെമിക്കൽ ട്രങ്കുകൾ വെച്ചിരിക്കുന്നു. സൈഡിൽ ഗൺ കൊണ്ട് ഒന്ന് തട്ടി. അവരെ കണ്ടതും അവിടെ നിന്ന് 2 പേർ ഗൺ എടുത്തു. രുദ്ര ഫോർവേഡ് വന്നു. സൂര്യ സൈഡിൽ നിന്നു. ശിവ ബാക്ക് കവർ ചെയ്തു. ചന്ദ്ര സ്ട്രെയിറ്റ് ലൈൻ വന്നു നിന്നു. ഹേയ്, ഹൂ ഈസ് ദിസ് ഗേൾ? ഗാർഡ് ചോദിച്ചു. പക്ഷേ അവൻ പറയുന്നതിന് മുൻപേ അവൾ സ്റ്റോറേജ് റാക്കിന്റെ ഇരുമ്പ് വടി പിടിച്ചു. അവന്റെ കയ്യിലെ ഗൺ തട്ടിത്തെറിപ്പിച്ചു. രുദ്ര ഹാഫ് എ സെക്കൻഡ് സ്തംഭിച്ചു നിന്നു. ഷീസ് അൺപ്രഡിക്റ്റബിൾ വൈൽഡ്. അവന്റെ കണ്ണുകളിൽ അതിശയവും സന്തോഷവും കുറച്ച് ഭയവും. ശിവ ചിരിച്ചു. പെണ്ണുങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ബ്രോ, അവൻ പറഞ്ഞു. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? മുന്നിലേക്ക് വന്നുകൊണ്ട് ചന്ദ്ര ചോദിച്ചു. ഞങ്ങൾ മീരയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചന്ദ്രയുടെ മുഖം പെട്ടെന്ന് മാറി. ആ പേര്, അവളുടെ അമ്മ. സെക്കൻഡ് ഗാർഡ് ഒന്ന് ചിരിച്ചു. മീര, അവൾ ഒരു കവർ മാത്രമാണ്. യഥാർത്ഥ ഞങ്ങളുടെ മുതലാളി നിങ്ങളൊന്നും ചിന്തിക്കാത്ത ആളാണ്. രുദ്ര മുന്നോട്ട് വന്നു. ദെൻ സ്പീക്ക്. അത് കേട്ട് ഗാർഡ് 1, അവൾ നിങ്ങളെ 4 പേരെയും ജീവിക്കാൻ അനുവദിക്കില്ല. നിങ്ങളിലെല്ലാം അവൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഉണ്ടാകും. രണ്ടാമത്തെ ഗാർഡ് അവനെ ചാടിപ്പിടിച്ചു. അവന്റെ വായ മൂടി. മതി, അവളുടെ പേര് പറയരുത്, ഗാർഡ് 2 പറഞ്ഞു. ആരുടെ പേര്? സൂര്യ ചോദിച്ചു. അവൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. നിങ്ങളോട് ചോദിക്കുന്നത്, ആരുടെ പേരാണ് നിങ്ങൾ മറച്ചു വെക്കുന്നത്? ചന്ദ്ര മുന്നോട്ട് വന്നുകൊണ്ട് അവൾ തട്ടിത്തെറിപ്പിച്ച തോക്കെടുത്ത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന് നേരെ ചൂണ്ടി ചോദിച്ചു. അവൻ പറയുന്നതിന് മുമ്പ് സ്നൈപ്പർ ഷോട്ട് ഗാർഡ് 1ന്റെ തലയിലൂടെ ഒരു ബുള്ളറ്റ് കടന്നുപോയി. ചന്ദ്ര പേടിയോടെ പിന്നോട്ട് മാറി. അപ്പോഴേക്കും രുദ്ര അവളെ വന്ന് പിടിച്ചു. നിങ്ങളെ ഒന്നും ചെയ്യാൻ ഞങ്ങളെ നിർദ്ദേശിച്ചിട്ടില്ല, ഗാർഡ് 2 പറഞ്ഞു. ഷോട്ട് വന്ന ദിശയിൽ ഒരു കണ്ടെയ്നറിന്റെ വാതിലിൽ എഴുതിയതുപോലെ ഒരു മെസ്സേജ്. യുദ്ധം ആരംഭിച്ചു. കീഴെ ബ്ലഡ് റെഡ് മാർക്കിൽ ഒരു സിമ്പൽ, ഒരു ചന്ദ്രകല, കത്തിജ്വലിക്കുന്ന സൂര്യനോടൊപ്പം ഉള്ളത്. ചന്ദ്രയും സൂര്യയും ഒരേ സമയം രുദ്രം ശിവയും ഫ്രീസായി. ആ ചിഹ്നം അവരുടെ പാസ്റ്റിൽ അവർ എത്ര ശ്രമിച്ചിട്ടും കിട്ടാതെ പോയ ഒരു രഹസ്യ സംഘത്തിന്റെ ചിഹ്നം. അവൾ നിന്നെ കണ്ടെത്തി ചന്ദ്ര. സൂര്യ, അവൾ നിന്നെയും കണ്ടെത്തി, രുദ്ര പറഞ്ഞു. സൂര്യയും ചന്ദ്രയും ഒരുമിച്ച് തമ്മിൽ നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരേ ചോദ്യം. ഞങ്ങളെയോ? ഞങ്ങളെ എത്ര നാളായി അവർ കാണുന്നു?
ഞങ്ങളുടെ അമ്മയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആതിരയ്ക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ അതിപ്പോ ഞങ്ങളെ മറ്റെവിടേക്കോ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. എങ്ങോട്ടാണ് ഞങ്ങൾ ഈ അന്വേഷണം പോകുന്നത്? ആരിലാണ് ഇത് എത്തി നിൽക്കുന്നത്? ആരാണ് ഞങ്ങളെ പിന്തുടരുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ചന്ദ്ര. രുദ്രും ശിവയും മറുപടി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് രുദ്ര ചെന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ് നിങ്ങളുടെ ശത്രു, രുദ്ര പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.